പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്ത കാരുണ്യത്തിന് ഉറവിടമായ കർത്താവെ, ഞാൻ അങ്ങേ സ്തുതിച്ച് ആരാധിച്ച് മാത്രപ്രതി അങ്ങേക്ക് നന്ദി പറയും. ഇന്നേ ദിനം സഹോദരനോടുള്ള ഞങ്ങളുടെ ഇടപെടലുകളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന കാരുണ്യവാനായ കർത്താവെ, ഒന്നാമത്തെ വായനയിലൂടെ പറയുന്നു, സഹോദരനെ ഹൃദയപൂർവ്വം സ്നേഹിക്കുക, അവനെ ഞെരുക്കരുത്, പീഡിപ്പിക്കരുത്, അവനെ തെറ്റുകൾ തിരുത്തി കൊടുക്കേണ്ടത്, അവന് തെറ്റ് മനസ്സിലാകുന്ന വിധത്തിൽ മനസ്സിലും ഹൃദയത്തിലും വെറുപ്പ് വെച്ചുകൊണ്ടാകരുത്. സ്നേഹത്തോടെ അവനെ ഉപദേശിക്കുവാനും സ്നേഹത്തോടെ അവനെ നേടിയെടുക്കുവാനും നിനക്ക് കഴിയണമെന്ന് നിന്നെ ഓർപ്പിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നീ ഏതൊക്കെ രീതിയിൽ നഷ്ടപ്പെടുത്താതിരിക്കുന്നു അത്രത്തോളം അവനെ നേടിയെടുക്കുവാൻ നിനക്ക് കഴിയുമെന്ന് നിന്നെ ഓർമ്മിപ്പിക്കുക. ഇന്നത്തെ സുവിശേഷത്തിലൂടെ, മത്തായിയുടെ സുവിശേഷത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, സഹോദരനെ കൂടുതൽ നിന്നെപ്പോലെ തന്നെ നിന്നെ സ്നേഹിക്കാൻ കഴിയുന്നത് പോലെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപാവരം നിനക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്നു. സ്വർഗരാജ്യം നേടിയെടുക്കുന്നതിനെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വിശക്കുന്നവനുമായി ആ ഭക്ഷണം പങ്കുവയ്ക്കുക, ദരിദ്രനെ വേദനിപ്പിക്കരുത്, കാരാഗ്രഹത്തിലായിരിക്കുന്നവരെ സന്ദർശിക്കുക, രോഗികളെ ആശ്വസിപ്പിക്കുക, വേദനിക്കുന്നവരെ അടുപ്പം കാണിക്കുക. അങ്ങനെ കൂടുതൽ ആഴമായ ദൈവസ്നേഹത്തിൻ്റെ അനുഭവം നിൻ്റെ സഹോദരനിലേക്ക് നിനക്ക് പകർന്നു കൊടുക്കാൻ കഴിഞ്ഞാൽ നിനക്ക് അവനെ നേടിയെടുക്കുവാനായിട്ട് സാധിക്കുമെന്ന് ദൈവത്തിൻ്റെ സ്നേഹവും ചെയ്യനും നഷ്ടപ്പെടുത്താതിരിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. കാരുണ്യവാനായ കർത്താവേ, എൻ്റെ കൃപയാൽ നിറഞ്ഞ എൻ്റെ സാന്നിധ്യം നഷ്ടപ്പെടുത്താതിരിക്കുവാൻ ആവശ്യമായ എല്ലാ കൃപകളും നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആത്മത്തെ അംഗീകരിക്കുന്നു.